മാറുന്ന നിയമങ്ങൾ നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യം മുഴുവൻ നികുതിയായിട്ടോ പിഴയായിട്ടോ നഷ്ടപ്പെട്ടേക്കാം. പ്രവാസികൾ ഇത് ശ്രദ്ധിക്കുക. പുതിയ മാറ്റങ്ങൾ നിയമങ്ങളുടെ കാര്യത്തിൽ വന്നിട്ടുണ്ട്. 5 ഇന്ത്യൻ ഓഹരി വിപണിയിൽ പ്രവാസികൾക്ക് നേരിട്ട് നിക്ഷേപിക്കാനുള്ള പരിധി 5% നിന്ന് 10%ലേക്ക് ഉയർത്തിയിട്ടുണ്ട്. നിങ്ങളുടെ സമ്പാദ്യം വളർത്താനായിട്ട് മികച്ച അവസരമാണ്. 4 TCS കുറച്ചു. വിദേശത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് പണം അയക്കുമ്പോഴോ ചികിത്സാ ആവശ്യങ്ങൾക്കായിട്ട് പണം അയക്കുമ്പോഴോ ഉണ്ടാകുന്ന നികുതി TCS 5% നിന്ന് 2% കുറച്ചിട്ടുണ്ട്. 3 പ്രവാസികളിൽ നിന്ന് നാട്ടിൽ വസ്തു വാങ്ങുന്നവർക്ക് ഇപ്പോൾ ടാക്സ് അക്കൗണ്ട് നമ്പർ ആവശ്യമില്ല. വെറും പാൻ കാർഡ് വെച്ച് ഇടപാടുകൾ നടത്താം. ഇത് നമ്മുടെ വസ്തു വിൽപ്പന എളുപ്പത്തിലാക്കും. 2 അടുത്തതായി പ്രവാസികൾക്ക് കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ടേം ഇൻഷുറൻസുകളുടെ പ്രീമിയം അതിപ്പോൾ വിദേശത്തുള്ള പ്ലാനുകളെ അപേക്ഷിച്ച് 30 മുതൽ 50% വരെ വിലക്കുറവിൽ ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ എടുക്കാൻ പറ്റും. അതും ഇന്ത്യയിലെ വിവിധ കമ്പനികളെ കമ്പയർ ചെയ്തെടുക്കാൻ പറ്റും. ഇതിനുള്ള ലിങ്ക് ഞാൻ എന്റെ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. വളരെ ചെറിയ തുക, മാസം 679 രൂപ മാസം അടവിൽ 2 കോടി കവറേജ് ലഭിക്കുന്ന പ്ലാനുകൾ പോലും ഇപ്പോൾ ലഭ്യമാണ്. ദിവസവും ചെറിയൊരു തുക മാറ്റി വെച്ചാൽ നമ്മുടെ കുടുംബവും സേഫ് ആണ്. ഇനി റൈഡർ ഓപ്ഷൻ കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാരകമായിട്ടുള്ള അസുഖങ്ങൾ, ക്യാൻസർ പോലുള്ള മാരകമായിട്ടുള്ള അസുഖങ്ങൾ വരികയാണെങ്കിൽ, അതിനോടൊപ്പം തന്നെ ആക്സിഡന്റ് മൂലമുള്ള ഡിസബിലിറ്റി വരികയാണെങ്കിൽ ഇതിനൊക്കെ കവറേജ് കിട്ടുകയും ചെയ്യും. അവിടെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മലയാളത്തിൽ കസ്റ്റമർ കെയർ സപ്പോർട്ടും കിട്ടും. പിന്നെ വാർഷിക പ്രീമിയം ഒന്നിച്ചടച്ചാൽ 5% വരെയും ഡിസ്കൗണ്ട് കിട്ടും. ക്ലെയിം സമയത്ത് നിങ്ങളെ സഹായിക്കാൻ ഒരു ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജറും ഉണ്ടാവും. ഡെത്ത് സർട്ടിഫിക്കറ്റ് പോലുള്ള ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്താൽ മതി. ഇനി ഒന്നാമത്തെ പോയിന്റ്, മുമ്പ് വിദേശത്തുള്ള അക്കൗണ്ടുകളോ ആസ്തികളോ വെളിപ്പെടുത്താൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കടുത്ത ശിക്ഷാ നടപടികളില്ലാതെ തന്നെ അത് നിയമവിധേയമാക്കാനായിട്ട് സർക്കാർ ഒരു സുവർണ അവസരം ഇപ്പൊ നൽകുന്നുണ്ട്. അപ്പോൾ എന്തെല്ലാം സാമ്പത്തിക തീരുമാനങ്ങൾ എടുത്താലും ഞാൻ നേരത്തെ പറഞ്ഞ പ്രവാസികൾക്കായിട്ടുള്ള ടേം ഇൻഷുറൻസിന്റെ കാര്യം മറന്നുപോരുത്. ഒരു പ്രവാസി എന്ന നിലയിൽ കിട്ടുന്ന ഇത്തരം ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്തുക. കൂടുതൽ ആളുകൾക്ക് ഈ വിവരങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ.